നമസ്കാരം. പി എസ് ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 2025 ഏറ്റവും പ്രധാനപ്പെട്ട 5 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഈ 5 കറണ്ട് അഫയേഴ്സിലൂടെയും എന്താ കടന്നു പോവുക. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്താക്കുക, ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഓപ്ഷനിലൂടെ കടന്നു പോകുക. ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല, ഓപ്ഷനിലൂടെ കടന്നു പോവുക. സ്വയം ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറയുന്ന ഉത്തരവുമായിട്ട് ഒത്തു നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പം 5-5 കിട്ടിയ എന്താണ് മിടുക്കുകളും എന്താക്കുക, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് 1 മാർക്കോ 2 മാർക്കോ 3 മാർക്കോ കിട്ടിയാലും എന്താക്കണം, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2-3 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്താണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് എന്താക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, യെസ്. അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? നമ്മുടെ 2025 വനിതാ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യമേത്? 2025 വനിതാ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം ഏതാണ് കൂട്ടുകാരെ? അത് നമ്മുടെ ഇന്ത്യയാണ്. ഏതാണ്? ഇന്ത്യയാണ്. 2025 വനിതാ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം ഏതാണ് കൂട്ടുകാരെ? ഇന്ത്യയാണ് അല്ലേ? എങ്കിൽ ഈ 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് കൂട്ടുകാരെ? വേദി എവിടെയാണ് ചോദിച്ചാൽ പറയണം, വേദി ഇറാനാണ്. എവിടെയാണ്? വേദി ഇറാനാണ്. മനസ്സിലായില്ലേ? ഇനി 2025 ജനുവരിയിൽ നടന്നു. 2025 ജനുവരിയിൽ എത്ര നടന്നു? 38ാമത് ദേശീയ ഗെയിംസ് അല്ലേ? ദേശീയ ഗെയിംസ് 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? അത് പി എസ് ചോദിച്ചാണ്. എവിടെയാണ്? ഉത്തരാഖണ്ഡാണ്. എവിടെയാണ്? ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡാണ്. എങ്കിൽ 39ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി 39ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? അത് മേഘാലയ. എവിടെയാണ്? മേഘാലയാണെന്നും കൂടി ഓർത്തു വെക്കുക. ഇനി 38ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം 38ആണ്. ഭാഗ്യചിഹ്നം എന്താണ്? ഭാഗ്യചിഹ്നം ചോദിച്ചാൽ പറയണം, അത് മൗളി എന്നാണ്. മൗളിയാണ്. മൗളി. ഓക്കെ അല്ലേ? ഇനി ഉദ്ഘാടനത്തിലെ പതാക വഹിച്ചത് പി എസ് ജീന. പി എസ് ജീന ബാസ്കറ്റ് ബോൾ താരമാണ്. എന്താണ്? പി എസ് ജീന ബാസ്കറ്റ് ബോൾ താരമാണ്. അതുപോലെ തന്നെ മുഹമ്മദ് ജാസിർ വുഷു താരമായ മുഹമ്മദ് ജാസിർ എന്നിവരാണ് നമ്മുടെ പതാക, കേരളത്തിൻ്റെ പതാക ഏന്തിയത് അല്ലേ? പതാക ഏന്തിയത്. ഓക്കെ അല്ലേ? ഇനി 2025 ഏഷ്യൻ വിൻ്റർ ഗെയിംസ് ഏത് രാജ്യത്താണ്? ഏഷ്യൻ വിൻ്റർ ഗെയിംസ് ഏത് രാജ്യത്താണ്? അത് ചൈനയിലെ ഹർബിൻ. എവിടെയാണ്? ചൈനയിലെ ഹർബിനാണ്. അതും കൂടി ഓർത്തു വെക്കുക. 2025 ഏഷ്യൻ വിൻ്റർ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? അത് ചൈനയിലെ ഹർബിനാണ്. ഓക്കെ അല്ലേ? ഇനി 2025 ഏഷ്യൻ വിൻ്റർ ഗെയിംസിൽ 1ാം സ്ഥാനം നേടിയത് ചൈനയാണെന്നും കൂടി ഓർത്തു വെക്കുക. 2025 ഏഷ്യൻ വിൻ്റർ ഗെയിംസിൽ 1ാം സ്ഥാനം നേടിയത് ആരാണ്? നമ്മുടെ ചൈനയാണ്. ഇത്രയും കാര്യം മനസ്സിലായില്ലേ? ഇപ്പോൾ 2025 വനിതാ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം ഇന്ത്യയാണ്. വേദി ഇറാനാണ്. ഇനി 2025 ജനുവരി നടന്ന 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡാണ്. 39ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി മേഘാലയാണ്. ഭാഗ്യചിഹ്നം മൗളിയാണ്. ഓക്കെ അല്ലേ? യെസ്. കേരളത്തിൻ്റെ പതാക ഇന്ത്യ ആരൊക്കെയാണ്? നമ്മുടെ പി എസ് ജീന ബാസ്കറ്റ് ബോൾ താരമാണ്. വുഷു താരമായ മുഹമ്മദ് ജാസിറാണ്. 2025 ഏഷ്യൻ വിൻ്റർ ഗെയിംസ് ഏത് രാജ്യത്താണ്? അത് ചൈനയിലെ ഹർബിനാണ്. അപ്പം ചൈനയിലെ ഹർബിൻ. കിരീടം നേടിയത് ആരാണ്? കിരീടം നേടിയത് നമ്മുടെ ചൈനയാണ് അല്ലേ? കിരീടം നേടിയത് ചൈനയാണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? യെസ്. 1ാം സ്ഥാനം നേടിയത് ചൈനയാണെന്ന് ഓർത്തു വെക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2025 യെസ് എന്താണ്? 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് എവിടെയാണ് ചോദിച്ചാൽ പറയണം, അത് ന്യൂഡൽഹി. എവിടെയാണ് കൂട്ടുകാരെ? ന്യൂഡൽഹിയിലാണ്. 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് എവിടെയാണ്? അത് ന്യൂഡൽഹിയാണെന്ന് ഓർത്തു വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ പുതിയ റംസാർ സൈറ്റായ ഉദ്വാ തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? എന്താണ് ഇന്ത്യയിലെ പുതിയ റംസാർ സൈറ്റ്
സൈറ്റായ ഉദ്വാ തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ പറയണം. ഏത് സംസ്ഥാനത്താണ്? യെസ്, ഓപ്ഷൻ എ ജാർഖണ്ഡ്. ഇതാണ് ജാർഖണ്ഡാണ്, ജാർഖണ്ഡ്. അപ്പം റംസാർ തണ്ണീർത്തടങ്ങളുടെ സൈറ്റിലേക്ക് 4 പുതിയ തണ്ണീർത്തടങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അവ ഏതൊക്കെയാണ്? അത് തമിഴ്നാട്ടിലെ ശങ്കരക്കോട്ടെ പക്ഷി സങ്കേതം. ഇതാണ് ശങ്കരക്കോട്ടെ പക്ഷി സങ്കേതം. അതുപോലെ തന്നെ പക്ഷി സങ്കേതം തേർത്തങ്കൽ പക്ഷി സങ്കേതം. ഇതൊക്കെയാണ് തേർത്തങ്കൽ പക്ഷി സങ്കേതം, ശങ്കരക്കോട്ടെ പക്ഷി സങ്കേതം, തേർത്തങ്കൽ പക്ഷി സങ്കേതം. ഇവ തമിഴ്നാട്ടിലാണ്. അതുപോലെ തന്നെ സിക്കിമിലെ എന്താണ്? സിക്കിമിലെ ഗച്ചയോപൽരി തണ്ണീർത്തടം. ഇതാണ് PSC ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഗച്ചയോപൽരി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗച്ചയോപാൽരി പക്ഷി തണ്ണീർത്തടം ജാർഖണ്ഡിലെ ഉദ്വാ തടാകം എന്നിവയൊക്കെയാണ് എന്താണ് നമ്മുടെ 4 തണ്ണീർത്തട സൈറ്റുകൾ കൂടി ഉൾപ്പെടുത്തിയത്. ഓക്കെ അല്ലേ. ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ ആകെ എണ്ണം 89 എത്രയാണ്? 89. ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം 89 ആണെന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ തമിഴ്നാട്ടിലാണ്. എത്രയാണ്? 20. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ളത് തമിഴ്നാട്ടിലാണ്. 20 റംസാർ സൈറ്റുകളാണ് നമ്മുടെ തമിഴ്നാട്ടിലത് ഓർത്തു വെക്കുക. തമിഴ്നാട്ടിലെ ശങ്കരക്കോട്ടെ പക്ഷി സങ്കേതം PSC ചോദിക്കുന്നത് ശങ്കരക്കോട്ടെ പക്ഷി സങ്കേതം എവിടെയാണെന്ന് PSC ചോദിക്കാം. എവിടെയാണ്? തമിഴ്നാട്. അതുപോലെ തന്നെ തേർത്തങ്കൽ പക്ഷി സങ്കേതം, അതുപോലെ തന്നെ സിക്കിമിലെ ഗച്ചയോപൽരി തണ്ണീർത്തടങ്ങളിൽ, ജാർഖണ്ഡിലെ ഉദ്വാ തടാകം എന്നിവയാണ് പുതുതായി കൂട്ടിച്ചേർത്ത 4 സൈറ്റുകൾ. ഓക്കെ അല്ലേ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 14ാമത്തെ ക്വസ്റ്റ്യൻ, റാഗിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി എന്ന് ചോദിച്ചാൽ പറയണം അത് നമ്മുടെ കേരള ഹൈക്കോടതിയാണ്. ഇതാണ് കേരള ഹൈക്കോടതി. ഇപ്പോൾ കേരള ഹൈക്കോടതിയാണ് അല്ലേ. റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതി പരിഹരിക്കുവാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കൂട്ടുകാരെ? യെസ്, ഓപ്ഷൻ ബി അസമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അസം. ഓക്കെ, എന്താണ് പേര്? യെസ്, അസം സാറ്റ്. എന്താണ്? അസം സാറ്റ്. ഓക്കെ അല്ലേ. അസം സാറ്റ്. ഓക്കെ, അപ്പം 5 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് ഒരു തംസ് അപ്പോ ലവ് ചിഹ്നോ കമൻറ്റ് എന്തെങ്കിലും നിങ്ങൾ എന്താക്കുക ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. എനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? നിങ്ങളുടെ കമൻസിലൂടെയാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണം. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ, സീ യു.